ചാനൽ ഹാപ്പി ഓണം. അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? അപ്പോൾ നമ്മൾ ഇന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഒരു കുട്ടി സദ്യയാണ് കേട്ടോ. അപ്പോൾ പച്ചടി ഉണ്ട്, സ്റ്റൂ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ മോരറി ഉണ്ട്, അവിയലുണ്ട്, പരിപ്പ് കറി ഉണ്ട്, പിന്നെ പായസം അടപ്രഥമനാണ്, പിന്നെ വെള്ളം, പപ്പടം, ശർക്കര വരട്ടിയത്. ചിപ്സ് വാങ്ങാനായിട്ട് നമ്മൾ ഇന്നലെ പോയി, പക്ഷേ ചിപ്സിന് പകരം അവർ വെച്ചത് പുളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് വാങ്ങാനൊന്നും പോയില്ല. പിന്നെ നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം ഇതൊന്നും ബാക്കി വന്നാൽ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്കത് ഈ പിന്നെ ചൂടാക്കി കഴിക്കൽ അതിനോടൊട്ടും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ചാണ് ആക്കിയത്. ഇന്നത്തോടുകൂടി തന്നെ തീരണം, അല്ലെങ്കിൽ ഇനി പോയാൽ നാളെയും കൂടി അതിൻ്റെ അപ്പുറം, അല്ലെങ്കിൽ നാളെ ഒരു ലഞ്ചിന് ഇത് കംപ്ലീറ്റ് തീരണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ആക്കിയത്, ഒട്ടും ബാക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഭാഗ്യം കൊണ്ട് പൈനാപ്പിൾ മോരറി മാത്രം ബാക്കി ഉണ്ടായുള്ളൂ കേട്ടോ, ബാക്കി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു പ്രത്യേക സന്തോഷമല്ലേ ഇതുപോലെ വാഴയിലയിൽ സദ്യയൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ പായസത്തിൽ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒരു പിങ്കിഷ് കളറായിട്ടിരിക്കുന്നത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് കാണാം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാരിയും കാക്കക്ക് മുണ്ടെടുക്കണം എന്നുണ്ടായിരുന്നു. അതിന് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പോയി വാങ്ങാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസലാക്കി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഉമ്മച്ചി വാക്ഷയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടോ, പക്ഷേ അവർക്ക് എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായിരുന്നു, കാരണം വേറെ ആരും ഇല്ലല്ലോ. ശരിക്കും സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും വീട് നിറച്ച് ആൾക്കാരൊക്കെ വേണം, നല്ല രസമായിരിക്കും ആ ഒരു വൈബൊക്കെ. എല്ലാവരും ഒന്നായിട്ട് ഉണ്ടാക്കുക, ഒന്നായിട്ട് കഴിക്കുക, ഇതൊക്കെ വേറെ തന്നെ ഒരു വൈബാണ്. ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഓരോ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.